എപ്പോഴും പാരിലാലംബഹീനരായോരെ സേവിക്കാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കും. അധ്യക്ഷ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റ് ഒന്നും തന്നെ കാര്യമല്ല. 125 വർഷങ്ങൾ പിന്നീട് നമ്മുടെ തേവട്ടം സ്കൂളിൽ നമുക്ക് മുന്നേയുള്ള ചേട്ടന്മാരും എൻ്റെ അച്ഛന്മാരും മറ്റു ഇത്രയും തലമുറകൾക്ക് അറിവിനെ വിളിച്ച് പകർന്നു കൊടുത്താണ്. പാലക്കാട് ഇല്ലാതായ ഇതൊരു പഴയ റവന്യൂ റെക്കോർഡ്സുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ സ്കൂളിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ദേവർ വട്ടമെന്നാണ്. ഒരു വെളിച്ചത്തിൻ്റെ ഒരു പ്രകാശ വലയമാണ് ഈ സ്കൂൾ. അത് എന്നേക്കുമായിട്ട് അണഞ്ഞു പോയാൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ വെളിച്ചമില്ലാതാവുകയും ആ മേഖല ഇരുട്ടിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് നമുക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ. പ്രിയങ്കരമായ എല്ലാവർക്കും നമസ്കാരം. തേവരവട്ടം സ്കൂളിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സമയത്താണ് ഈ പരിപാടി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ സ്വപ്നങ്ങളുടെ തുടക്കം മുതൽ ഇതോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് ഏറ്റവും അഭിമാനവും സന്തോഷവുമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ. 2020 തേവരവട്ടം സ്കൂളിലെ 82 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു 5 പേര് അല്ലേ, മധുവും ജോസി സാറും രാജിയും പിന്നെ ശശികലയും അങ്ങനെ ഒരു 4-5 പേര് വന്നിട്ട് എൻ്റെ അടുത്താണ് വന്ന ആദ്യം. അന്ന് ഞാനായിരുന്നു ഇവിടെ HM ചാർജ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാണ് ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കണം എന്ന് ഒരു റിക്വസ്റ്റ്. സ്വപ്നം എൻ്റേത് കൂടിയാണ്. ഈ സ്വപ്നം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് നിന്ന് അതിലൊരു പങ്കാളിയാവാൻ ഞാൻ ഈ സ്കൂളിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു പോയെങ്കിലും എനിക്കും കൂടി സാധിക്കുന്നു എന്നതിൻ്റെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ ചലനമില്ലാതെ വണ്ടിയിൽ നിന്ന് ചലിക്കാതെ അനങ്ങാതെ ഇവിടെ എത്തിച്ചേരാൻ സുഖകരമായ ഒരു വഴി പാത ഒരുക്കിയിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധമായിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒത്തുചേർന്ന് ഒരുമയോടെ പിടിച്ചു കഴിയുമ്പോൾ തേവട്ടം സ്കൂളിന്റെ പുതിയ പ്രതീക്ഷയും പുതിയ പ്രഭാതവും നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഘാടനവും അതാണ് സൂചിപ്പിച്ചത്. കല്യാണം ടീച്ചർക്ക് ഹൃദ്യമായ നന്ദി. ഇനി അടുത്തത് നമ്മുടെ പ്രൊജക്ടിന്റെ അവതരണമാണ്. പ്രൊജക്ടിന്റെ അവതരണം നടത്തുന്നത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രൊജക്ടിന്റെ ഡയറക്ടറാണ്, SMC അംഗമാണ്, ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രതിനിധിയാണ്. ഈ സ്ഥാപനത്തെ നല്ലൊരു നാളെ സ്വപ്നം കാണാൻ നമ്മുടെ SMC വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ജോസി തോമസ് സാറിനെ അദ്ദേഹത്തിന്റെ ഉള്ളിലും ഉറക്കിയും ഈ അടുത്ത ഒരു എക്സൽ EGHS എന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിനൊപ്പം നമ്മെ കൂടി ഉയരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആ വിഷയം അവതരിപ്പിക്കുന്നതിനായി പ്രസന്റേഷന് വേണ്ടി അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം നമ്മുടെ ഈ ടോട്ടൽ പ്രോജക്റ്റ് പേരിട്ടിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഒരുപക്ഷെ ഒരു 10 വയസ്സുകാരന്റെ സ്വപ്നത്തിലാണ് തുടക്കം. ആ 10 വയസ്സുകാരൻ മറ്റാരുമല്ല, 5ാം ക്ലാസ്സിലോട് ചേരാമെന്ന ഞാനാണ്. ഈ സ്കൂളിന്റെ അന്നത്തെ ഈ നിലത്തിലൊക്കെ പഠിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് പേടിച്ച് ഒരു വിഷമിച്ച് കരഞ്ഞു കൂട്ടി ഞാൻ പഠിക്കാൻ ഇവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴയ്ക്ക് പോയതാണ്. വീണ്ടും ഒരു 8ാം ക്ലാസ്സിന്റെ സമയത്തൊക്കെ തിരിച്ച് ഇവിടെ EHS നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ പ്രസ്ഥാനത്തെ കുറച്ചുപേരൊക്കെ കേട്ട് കാണും. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ അറിവിലേക്കും അറിയാവുന്നവർക്കൊന്നുകൂടി അറിവ് ഞാൻ പറയുകയാണ്. പിന്നെ JC എന്ന് പറയുന്നത് അന്തർദേശ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. ചെറുപ്പക്കാരിൽ ലീഡർഷിപ്പ് നേതൃത്വം പ്രവർത്തിക്കുന്നതാണ് JC എന്ന സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇതിൽ കാണുന്നത് പോലെ ഇന്റർനാഷണൽ ആണ് അതിന്റെ ഉത്ഭവം. നമുക്ക് 2 ലക്ഷത്തിലധികം ആക്റ്റീവ് മെമ്പേഴ്സുണ്ട്. പിന്നെ 100ലധികം രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഉണ്ട്. ഇന്ത്യയിൽ പിന്നെ എല്ലാ സംസ്ഥാനത്തും തന്നെ ഉണ്ട്. 122 ആണ് നമ്മൾ ഉൾപ്പെടുന്ന പ്രദേശം വരുന്നത്. അരൂര്, അതായത് ആലപ്പുഴ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ 5 ജില്ലകൾ ഉൾപ്പെടുന്ന സോൺ 22 എന്ന് പറയുന്നത്. ആ സോൺ 22ന്റെ CSRന്റെ കോർഡിനേറ്റർ എന്നുള്ള ചുമതലയാണ് ഞാൻ വഹിക്കുന്നത്.
അതുകൊണ്ടും ഈ സ്കൂളിന്റെ ഈ പ്രോജക്റ്റിന്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന ചോദ്യം എനിക്കുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടത്. പിന്നെ ഇത് ചേർന്ന സെന്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത ലോക്കൽ ഓർഗനൈസേഷൻ. അതിൽ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ പ്രസിഡന്റ് ഈ പദ്ധതി അവതരിപ്പിച്ച് അംഗീകാരം ലഭിക്കാൻ സാധിച്ചു. എന്താണ് SNDG എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏത് പ്രസ്ഥാനത്തെ പോലെ നമുക്കും ഒരു വിഷനും ഉണ്ട്. എന്താണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്? You make the THSS as the best government school in Kerala, where the students can find and feel the institution as a center of excellence. ഒരു വിദ്യാലയമായിട്ടല്ല, സ്വന്തം എന്ന പോലെ ആത്മബന്ധത്തോടെ ഒരു മികവിന്റെ കേന്ദ്രമായി ഏതൊരു വിദ്യാർത്ഥിക്കും അനുഭവിച്ചറിയുവാൻ തക്കവിധം നമ്മുടെ സ്കൂളിനെ ഉയർത്തിയെടുക്കാനുള്ളതാണ് ഈ SNDGന്റെ വിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഈ വിഷൻ സാധിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിന് ഏറ്റവും ആധുനികമായ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട എന്താണ് എന്നാണ് ഞാനിവിടെ ഇന്ന് ഈ പ്രസന്റേഷനിൽ കൂടുതലും ആലോചിച്ചത്. കാരണം ഒരു വിഭാഗവും ഏതെങ്കിലും ഒരു തരത്തിൽ വിട്ടുപോയതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ചർച്ചകളിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ പലതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് ഇത് സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കണം. സമ്പൂർണ്ണമായി തന്നെയാണ് സാർ ഈ പ്രോജക്റ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയിലെത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ വരുന്ന പ്രോജക്റ്റിൽ വികസന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ നമസ്കാരം. സമയം ഏറെ വൈകിയിട്ടുണ്ട്. 9 മണി തൊട്ട് ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാകാൻ ഈ വിദ്യാലയത്തിലെത്തിയ ആളുകളും ഈ കൂട്ടത്തിൽ കണ്ട ആ ഒരു ആകർഷണം നമ്മുടെ വിദ്യാലയത്തിന്റെ അധ്യാപകരാണ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ സന്തോഷം. കാരണം ഒരു ടീമായിട്ട് വളരെ ജോസി സാർ അവതരിപ്പിച്ച ഈ പ്രൊജക്ട് അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മുടെ സാർ പറഞ്ഞു ഒരാൾ സ്വപ്നം കാണണം, ബാക്കിയുള്ളവരുടെ അതിന്റെ കൂടെ ആ സ്വപ്നത്തോട് ചേർന്ന് നിന്ന് ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനായി തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ പച്ചക്കറി നമുക്ക് പിന്നെ എല്ലാവരും കൂടി ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇന്ന കാലത്ത് നന്നായിട്ട് ചെയ്ത് മനോരമയിലൊക്കെ നന്നായിട്ട് പോകും. പിന്നെ ഈ നമ്മളിത് പൊളിച്ച് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ പൊളിച്ച് മാറ്റുമ്പോഴത്തേക്കും ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റും. കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റും. ഇത് പൊളിക്കുക, ഇത് പൊളിക്കുന്നത് എന്താണെന്നുള്ള രക്ഷകർത്താക്കളുടെ ഒരു ആകാംക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള നമ്മൾ വളരെ കണക്ക് കൂട്ടി വേണം അതെല്ലാം ചെയ്യുവാൻ. മറ്റെല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്നും പ്രൊജക്റ്റ് ഇപ്പോൾ നല്ല പിന്നെ പ്രൊജക്റ്റായിട്ടൊക്കെ തോന്നി. ഇത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. എനിക്ക് 1-2 പേരെ പരിചയമുണ്ട്. ഞാൻ അവരെ ബന്ധപ്പെടുന്നിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന 1-2 ആൾക്കാർ കൂടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു മൈക്കിൾ തരകനുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നമ്മുടെ നാട്ടുകാരൻ അദ്ദേഹം ഇവിടെ ഉണ്ട്. മറ്റൊന്ന് നമ്മുടെ DIG, അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ തൽപരനാണ്. അവരെ കൂടെ ഇന്നുമായിട്ട് യോജിപ്പിക്കണം എന്ന് പറയുന്നു എന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക. ഡേറ്റാബേസ് എന്തിനാണ്? നമ്മുടെ ഇവിടെ പഠിച്ചു പോയ കുട്ടികളിൽ പലരും മേസ്ത്രിമാരുണ്ട്, കാർപ്പൻറ്റേഴ്സോ സാധാരണ ലേബറേഴ്സോ. ഇവരുടെ മനുഷ്യ പ്രയത്നം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അത് ഒരു വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ന് ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് ഈ പ്രോജക്റ്റ് തുടങ്ങി അവസാനിക്കുന്നവരെ ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരും പ്രതീക്ഷിക്കും, എല്ലാവരും പറയുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം അതിനുള്ള ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറയുന്നു. നല്ല ഞങ്ങൾ 2020 ആരംഭിച്ചപ്പോൾ തന്നെ ജോസിയ മനസ്സിൽ ഞങ്ങൾ കൂട്ടമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രോജക്റ്റ് അന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ റെഡിയാണ്. ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ വാഗ്ദാനങ്ങളും ചെയ്യുകയാണ് നമ്മളിപ്പോൾ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് സപ്പോർട്ട് ഫ്രം അലുമിനി എന്നാണ് ഇംഗ്ലീഷ്. 125
വർഷം ആഘോഷിച്ച ആ സമയത്തിന് മുൻപ് വന്നിട്ട് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്മിറ്റിയിൽ ഞങ്ങൾ പല പ്രാവശ്യം ഇതായിട്ടുള്ള ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ പെട്ടെന്നായിട്ടുള്ള എല്ലാ മീറ്റിംഗും ഞാൻ അറിയിക്കാം. പിന്നീടുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യം 2003 ബാച്ചാണ്. 2003 ബാച്ചിന്റെ അവർക്ക് വിവിധ വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സാമ്പത്തിക സഹായിക്കാൻ കഴിയുന്നവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഫോളോ അപ്പ് എന്താണെന്നുള്ളത് വേണ്ടപ്പെട്ടവരെ അറിയിക്കും. ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വായോ പോകാം ലോകം കാണാൻ.